ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ദിവസവും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു കണ്ടൻറ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ദിവസവും വീഡിയോസ് ഇടാത്തത്. എന്താണ് ദിവസം ഇടേണ്ടത്? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനൊരു വീട്ടിൽ നിന്ന് പുറത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പുതിയ ഒരു വീഡിയോ ഞാൻ ഇടാത്തത്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റൊന്നുമില്ല. നമ്മുടെ ആദുവിൻ്റെ 7ാം മാസത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ആദുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകലായി. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും പിന്നെ വീട് വൃത്തിയാക്കലും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതായത് ഷോപ്പിംഗ് മാത്രം ഇടാനാണെങ്കിൽ വലിയൊരു ലെങ്തി ആയ വീഡിയോ അല്ല, കുഞ്ഞു കുഞ്ഞു വീഡിയോസാണെല്ലാം. അപ്പോൾ എല്ലാം കൂടെ കലർത്തിയിട്ടൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പം ഞാനൊരു മിക്സഡ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഞായറാഴ്ചയാണ്. അതിൻ്റെ വേറൊരു വീഡിയോ അങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഒരുമിച്ചൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദുവിൻ്റെ കുട്ടിക്കൊണ്ടവലിന് എടുക്കേണ്ട ഡ്രസ്സിന് എടുക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഞാനും അമ്മയും അതും കൂടിയാണ് പോയത്. അപ്പം നമുക്ക് ഒരുപാട് സെലക്ഷനൊന്നും പറയാനില്ല. പയ്യന്നൂർ ഇമ്മാനുവലിലാണ് പോയത്. അപ്പോൾ ഒരുവിധപ്പെട്ടതൊക്കെ അവരെടുത്തിട്ടു. പിന്നെ അവർക്ക് എടുത്തിടാനും കുറച്ച് വിഷമമുള്ള പോലെ തോന്നി. അങ്ങനെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് വന്നു. ഷോപ്പിംഗ് വ്ലോഗ് അത്രയേ ഉള്ളൂ. ഇത് പിറ്റത്തെ ദിവസം, അതായത് ഇന്നലത്തെ വീഡിയോ ആണിത്. എന്ന് വെച്ചാൽ അമ്മമ്മയും മോനും കൂടെ സാധനം മേടിക്കാൻ അമ്മമ്മ കടയിൽ പോകുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. മോൻ കുടയൊക്കെ എടുത്ത് റെഡിയായി. അപ്പോൾ രാവിലെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതൊരു ചാൻസാക്കി എടുത്തു കുട കിട്ടാനായിട്ട്. അപ്പോൾ കുടയും എടുത്തിട്ട് നല്ല കുട്ടപ്പനായിട്ട് നടന്ന് പോകുന്നുണ്ട്. എന്തായാലും നോക്കാം പോയിട്ട് ഇവിടെ എത്തും എന്നുള്ളത്. അങ്ങനെ അവൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ അന്നത്തെ ദിവസം വൈകുന്നേരത്തെ പരിപാടികളായിരുന്നു ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 പേര് ചായ കുടിക്കുകയാണ്. അപ്പോൾ 2 പേര് ചായ കുടിക്കാനായിട്ട് എനിക്ക് കൂട്ടുമുണ്ട്. ഞാൻ കേക്കായിരുന്നു എടുത്തത്. അപ്പോൾ ഇവിടെ കുറച്ച് വിസിറ്റേഴ്സൊക്കെ വന്നിട്ട് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ട് ഗായ്സ്. അപ്പോൾ ഞാൻ കേക്കാണ് എടുത്തത്. അങ്ങനെ അരിയുണ്ട, ലഡു, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും എടുത്തില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ക്ലീനിങ്ങിലേക്ക് പോയി. പിന്നെ വണ്ണാമ്പിലിയും അതൊക്കെ അടിച്ച് സോഫയൊക്കെ നീക്കി അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം വിചാരിച്ചു നാളത്തേക്ക് ചായക്കടീൻ്റെ സംഭവങ്ങളൊക്കെ വേഗം ഒരുക്കി വെക്കാമെന്ന്. അപ്പോൾ വെള്ളയപ്പത്തിനുള്ള അരി എടുക്കുകയാണ്. അരി ചേറിയിട്ട് ഞാനിതാ വെള്ളത്തിലിടാൻ പോവുകയാണ്. അപ്പോൾ സോഫയൊക്കെ പിടിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ അടിച്ച് പിന്നെ വണ്ണാമ്പിലൊക്കെ അടിച്ച് നീക്കി വെച്ചാൽ നാളെ തുടക്കാലോ എന്നുള്ള രീതിയിലാണ്. അടിച്ചു വരല്ലേ വേണ്ടു ജസ്റ്റ്. അങ്ങനെ നമ്മൾ സംഭവങ്ങളൊക്കെ തീർത്തു. ജനലൊക്കെ തുടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇരുന്ന സീരിയലാണെങ്കിൽ നമ്മൾ ഒരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇത് ഇന്നത്തെ രാവിലത്തെ സംഭവമാണ്. അച്ഛൻ രാവിലെ കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. വിടാതെ പിടിച്ചിട്ട് ഫ്രൂട്ടി വെള്ളം മേടിച്ച് എനിക്ക് ഭയങ്കര സന്തോഷത്തിൽ കാണിച്ചു തരുവാണ് കുഞ്ഞൂട്ടെ. അതിന് ശേഷം ഇന്നത്തെ പരിപാടി ഇന്ന് രാവിലെ ചോറും കറിയും ഒക്കെ ശേഷം നമ്മൾ ഇറങ്ങിയ പരിപാടിയാണ്. ഫ്രിഡ്ജിൻ്റെ മുകളിൽ എന്തൊക്കെയോ വേണ്ടതും വേണ്ടാത്തൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാം. വേണ്ടാത്തൊക്കെ മാറ്റി പിന്നെ ബാക്കി വേണ്ടുന്നത് മാത്രം എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. തുണിയൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വൃത്തിയാക്കിയതിനുള്ള കോലാണിത്. അത് കുറേ കടലാസും കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ തട്ടിലേക്ക് പോയി. ഡൈനിങ് ഹാളിലെ തട്ടാണിത്. ഇവിടെ എന്ന് വെച്ചാൽ എത്ര വൃത്തിയാക്കിയാലും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ ഒരു ഫോട്ടോ കിട്ടിയ 3ാമത്തെ ആളാണ്. ഞാൻ ഫോക്കസ് ചെയ്ത 3ാമത്തെ ആളാണ് അച്ഛൻ ഭയങ്കര സ്പോർട്സ്മാനാണ്. അപ്പോൾ അപ്പോഴത്തെ കാലത്ത് അച്ഛന് കിട്ടിയ ട്രോഫി ഫ്രണ്ട്സും എല്ലാവരും കൂടിയുള്ള ഒരു ഫോട്ടോ ആണത്. ക്ലബിൻ്റെ ആണത്. പിന്നെ ഇത് ഞാൻ കൊറോണ കാലത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഗൈസ്. ഇത് അന്നേരം ഷോപ്പീസ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓരോന്ന് ഉണ്ടാക്കും, ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുവെക്കും. അന്നേരം അതും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റക്കായിരുന്നു പാവം. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ഓരോന്ന് സമയം കൂട്ടണ്ടേ. കൊറോണയാണ്, ഏട്ടന്മാരും ഇല്ല. പിന്നെ നമ്മൾ 3 അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ ടൈമിന് എൻ്റെ സമയം പോക്ക് ഇങ്ങനെയൊക്കെയാണ്. യൂട്യൂബ് നോക്കും, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അച്ഛനെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ ടൈമിൽ. പെയിൻറ്റ്, കുപ്പി, പിന്നെ ബാക്കി എന്തോ അങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടുന്നൊക്കെ സാധനങ്ങൾ എനിക്ക് കൊണ്ടുത്തരും. അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും മാറ്റാൻ തോന്നിയില്ല ഗൈസ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അപ്പം ഞാൻ വീണ്ടും എടുത്ത് പറക്കി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത വൃത്തിയാക്കലിന് ഞാൻ കളയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ മോശമായിട്ടൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഞാൻ കളയൂല, എൻ്റെ കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ തട്ടൊക്കെ ഏകദേശം വൃത്തിയായിട്ടുണ്ട്. ഇത് അച്ഛൻ സമുദായമൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ഫോട്ടോസും പിന്നെ ഏട്ടന്മാർക്കും അച്ഛനൊക്കെ കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് തുടച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തട്ടൊക്കെ അങ്ങനെ സെറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.